വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ഇന്നലത്തെ EOD ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഫ്യൂച്ചർ ബേസ് അതാണ് ലെവൽ ഇവിടെ പറയുന്നത്. എത്രത്തോളം അക്യുറസി ആയെന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്? നമ്മൾ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറഞ്ഞിരുന്നു, അത് ഈ നമ്മുടെ സപ്പോർട്ടിൻ്റെ അവിടെ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് റിയാക്റ്റ് ആയത്, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലൈവ് ഒബ്സർവേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ഒരാൾ യൂട്യൂബിൽ ചോദിച്ചിരുന്നു. ലൈവ് ഒബ്സർവേഷൻ പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ നമ്മളെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പറ്റുന്ന ദിവസങ്ങളിൽ. കാരണം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ട്രേഡിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിൽ തന്നെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, ഈ മൊബൈൽ ഫോണിൽ തന്നെയാണ് ലെവൽസ് എടുക്കുന്നത്, ഈ മൊബൈൽ ഫോണിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതും. പക്ഷേ എൻ്റെ ട്രേഡിംഗ് ഹവർ വളരെ കുറവാണ്. അതായത് ഞാൻ മാക്സിമം 9:45-10 മണിക്ക് ശേഷമൊക്കെ ട്രേഡ് ചെയ്യാറില്ല. പക്ഷേ ഇന്നലത്തെ പോലത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യും. ഒരു എൻട്രി അല്ലെങ്കിൽ 2 എൻട്രി, ഇതാണ് എൻ്റെ കാൽക്കുലേഷൻ. ഇപ്പം ഞാൻ മതിയാക്കും. അത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ആ 2 എൻട്രിയിൽ ഐ വിൽ സ്റ്റോപ്പ്. അത്രയേ ഉള്ളൂ. അത്രയും മൈൻഡ് സെറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും മൈൻഡ് സെറ്റിൽ പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ ലോങ് ടേമിൽ ട്രേഡിങ്ങിൽ കൂടെ നല്ല നല്ല പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇന്നലത്തെ ലെവൽ. എത്ര അക്യുറസി ഉണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നാളെ മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറിയാണ്. മെയ് മാസം കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറിയാണ്. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് വലിയൊരു ന്യൂസ് വരാൻ പോവുകയാണ് എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. കാരണം നല്ല വോളറ്റാലിറ്റി കാണുന്നുണ്ട്. സെക്കൻഡ്, നമ്മളെപ്പോഴും ബുധനാഴ്ചയൊക്കെ വരുമ്പോൾ നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 100 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 99 രൂപ, 90, 85 രൂപ, അങ്ങനെയൊക്കെയാണ് ബുധനാഴ്ചകളിൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 185 ആണ്. സോ നമുക്ക് ഇതിനകത്ത് നിറച്ച് കാര്യങ്ങൾ, ഈ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ വച്ചിട്ട് നിറച്ച് കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റും. സോ ഈ വരുന്ന ന്യൂസ് നമ്മുടെ ഷെയർ മാർക്കറ്റിന് അല്ലെങ്കിൽ NSE അല്ലെങ്കിൽ ഏതോ ഒരു നമ്മുടെ എക്സ്ചേഞ്ചിൽ എന്തോ ഒരു ന്യൂസ് വരാൻ പോകുന്നു. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു ന്യൂസ് ഈസ് കമ്മിങ് ഓൺ ദ വേ ആണ്. 25,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇന്നലെ പറഞ്ഞതുപോലെ ഓൾ ടൈം ഹൈ ഓൺ ബോർഡാണ്. ഓൾ ടൈം ഹൈയിലോട്ട് നിഫ്റ്റി ഫ്യൂച്ചറും മുകളിലോട്ട് പോകും. പിന്നെ നമ്മൾ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് NSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം നിങ്ങൾക്ക് നിറച്ച് ഉത്തരങ്ങൾ അവിടെ കിട്ടും. സോ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന് കാരണം FII DI പോലത്തെ ആൾക്കാർക്ക് ഹെഡ്ജിങ് ടൂളായിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒന്ന്. രണ്ടാമത്, NSE ഓപ്ഷൻ ബൈയിങ്ങിന് യാതൊരു സ്ട്രാറ്റജിയും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ സെല്ലിങ്ങിനാണെങ്കിലോ ഹെഡ്ജിങ്ങിൻ്റെ നിറച്ച് സ്ട്രാറ്റജീസ് അവിടെ സ്ട്രാങ്കിള് ഇതൊക്കെ അവർ അവിടെ പറയുന്നുണ്ട്. അവിടെ NSE സൈറ്റിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പഠിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ മൊത്തം സെല്ല് ചെയ്യുമെന്ന്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഓപ്ഷൻ ബൈയിങ്ങിലാണ്. പക്ഷേ ഇതിനകത്ത് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരാൾ ചോദിച്ചിരുന്നു ലൈവ് ഒബ്സർവേഷനൊക്കെ തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ്. ലൈവ് റെക്കോർഡ് ചെയ്യുന്ന ഞാൻ വെറുതെ എൻട്രി എക്സിറ്റൊക്കെ എടുത്ത് ലൈവ് റെക്കോർഡിലൊക്കെ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പ് നമ്മുടെ യൂട്യൂബിൽ. പറ്റുന്ന ദിവസങ്ങളിൽ ലൈവ് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു വർക്ക് ചെയ്യുന്നൊരു എംപ്ലോയിയാണ്. ഞാൻ എൻ്റെ വളരെ ഒരു 15-20 മിനിറ്റ്, അരമണിക്കൂർ മാത്രമേ ഷെയർ മാർക്കറ്റിന് വേണ്ടി കൊടുക്കാറുള്ളൂ. അതായത് ഈ രാവിലെ വീഡിയോ ഇടുന്നതിന് മുന്നേ ഇതിൻ്റെ ലെവൽസ് എടുക്കും, പിന്നെ മാർക്കറ്റിൽ ഒരു മണിക്കൂർ മാക്സിമം സ്പെൻഡ് ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ്. വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും എനിക്കില്ല. വെറും ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മാസം ഒരു 20% പ്രോഫിറ്റ് എൻ്റെ ഒരു ഇൻകമായിട്ട് ഞാൻ മാറ്റുന്നത്, പാസീവ് ഇൻകമായിട്ട് മാറ്റുന്നത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 185 ആണ്. ഇതാണ് ലെവൽസ്. ഈ ലെവൽസ് നോക്കുക, എന്നിട്ട് എൻട്രികളും എക്സിറ്റിലും എടുത്ത് നല്ല നല്ല പ്രോഫിറ്റുകൾ ഏൺ ചെയ്യുക. നല്ല വോളറ്റാലിറ്റി കാണും. കാരണം നാളെ മന്ത്ലി കോൺട്രാക്റ്റ് എക്സ്പയറി ആണ്.
കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.